പിന്നെ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? എന്തുകൊണ്ട് BJP ഇത് ചോദ്യം ചെയ്യുന്നില്ല? ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല? ഓപ്പോസിഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് പോലും വ്യക്തമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയായിട്ടുള്ള BJPക്കോ നൽകാൻ സാധിച്ചില്ല. ഓരോ മുടന്ത ന്യായങ്ങളും അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അമിത്ഷായോട് ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അമിത്ഷാ എന്ത് മറുപടിയാണ് തന്നിട്ടുള്ളത് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാ MP ആയിട്ടുള്ള BJP MP ആയിട്ടുള്ള കങ്കന അവർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം. एक महिला होने के नाते आपसे रिक्वेस्ट करना चाहती हूं कि एवरी वुमन इज एंटाइटल्ड टू हर डिग्निटी। वो अंतर्राष्ट्रीय मूल की है, विदेशी महिला है, लेकिन उन्होंने कितनी बार आकर उन्होंने सोशल मीडिया पे कहा है कि मैं कभी भारत नहीं गई हूं, मेरा हरियाणा चुनाव से कुछ लेना देना नहीं है। लेकिन फिर भी ये लोगों ने बिना किसी ठोस सबूत के उनका यहाँ पे फोटो बना के उन्होंने उनको उछाला, यहाँ पे उनकी तस्वीर उछाली यहाँ पर एवरी, और यहाँ पर फ्लैग कार्ड यूज करना भी अलाउ नहीं है। इन्होंने फिर भी नियमों का उल्लंघन किया। मैं चाहती हूं सबसे पहले तो मैं इस सदन की तरफ से उन महिला से बहुत ही माफी मांगती हूं कि इस सदन में बिना कि उनकी आजकल जो पर्सनैलिटी राइट्स का भी एक बहुत बड़ा क्राइम होता है, उसके उपरांत उनका फोटो यहां यूज किया गया। मुझे बहुत खेद है। भारतीय संसद भवन की तरफ से हम उनसे माफी मांगते हैं। और ये देखिए, महिलाओं का हमेशा ये अपमान करते हैं, लेकिन हमारे प्रधानमंत्री चाहे बेटी बचाओ बेटी पढ़ाओ हो, महिलाओं को शौचालय देने से लेकर महिलाओं को गैस देने से लेकर महिलाओं को जो है वो छात्रवृत्ति न जाने कितनी ऐसी योजनाएं हैं। कांग्रेस वालों शायद तुम लोग ये समझ नहीं पा रहे हो, EVM हैक नहीं करते हैं प्रधानमंत्री लोगों के दिलों को हैक करते हैं। ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു തരാം. അതായത് ഒന്നാമത് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു ഫോറിൻ ലേഡിയെ അപമാനിച്ചു, അവരുടെ ഫോട്ടോ ലോക്സഭയിൽ കാണിച്ചിട്ട് അപമാനിച്ചു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവർ പറഞ്ഞിട്ടുള്ളത് പ്ലക്കാർഡ്സ് ഒക്കെ ലോക്സഭയിൽ കൊണ്ടുവരാൻ പാടില്ല, പക്ഷെ അത് കൊണ്ടുവന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിന്റെ പേരിൽ ഞാൻ ആ ഒരു വുമനോട്, ആ ഒരു സ്ത്രീയോട്, അതായത് ബ്രസീലിയൻ മോഡലായിട്ടുള്ള ആ സ്ത്രീയോട് മാപ്പ് പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മോദി, നമ്മളുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി വോട്ട് ചോരല്ല നടത്തിയിട്ടുള്ളത്, അതായത് വോട്ട് തട്ടിപ്പല്ല നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തട്ടിയെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബ്രസീലിയൻ മോഡൽ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഒരു ഇന്ത്യക്കാരിയല്ല എന്നും അതുപോലെ ഹരിയാന ഇലക്ഷനുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊരു കാര്യം ഇവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് MP പറയുന്നു. ആ ഒരു മാന്യത അവർ പോലും കാണിച്ചു. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ, അതായത് ഈ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ച് 10ഓളം ഇലക്ഷൻ കാർഡുണ്ട്, സ്വീറ്റി എന്നും സരസ്വതി എന്നൊക്കെ പേര് വെച്ചിട്ട് 22 വോട്ട് ചെയ്തിട്ടുണ്ട് 10 ബൂത്തിലായിട്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല? കാരണം അലിഗേഷൻ എന്ന് പറയുന്നത് 22 വോട്ട് ചെയ്തു ഒരേ ഫോട്ടോയിലുള്ള വ്യക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബ്രസീലിയൻ മോഡൽ, ഇന്ത്യക്കാരി പോലും അല്ലാത്ത ഈ ഒരു ബ്രസീലിയൻ മോഡൽ, അത് എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ID കാർഡിൽ ഫോട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽസിന്റെ ഒക്കെ ഫോട്ടോ വെച്ച് കൊടുക്കുക, അഡ്രസ് ഇല്ലെങ്കിൽ 0 എന്ന് കൊടുക്കുക, പിതാവിന്റെ പേരില്ലെങ്കിൽ XYZ എന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കർശനമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു ID കാർഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ തന്നെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്, ആ വ്യക്തിയുടെ തന്നെ ഫോട്ടോ വേണം. പക്ഷേ ഇവിടെ ഈ ബ്രസീലിയൻ മോഡലിന്റെ വെച്ചിട്ട് 10ഓളം വോട്ടേഴ്സ് ID ആണുള്ളത്. അത് മാത്രമല്ല വേറെയും ഒരുപാട് IDs ഉണ്ട് 0 എന്ന നമ്പറിൽ അഡ്രസ്. അത് മാത്രമല്ല അച്ഛന്റെ ഒക്കെ പേര് എന്ന് പറയുന്നത് XYZ എന്നാണ്. പിന്നെ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? എന്തുകൊണ്ട് BJP ഇത് ചോദ്യം ചെയ്യുന്നില്ല? മറ്റു പാർട്ടിക്കാരൊക്കെ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ BJP മാത്രം സൈലന്റ് ആയി മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഇതിനൊക്കെ ഉത്തരം പറയണം. പക്ഷേ ചോദിച്ച ചോദ്യത്തിനല്ല പാർലമെന്റിൽ ഉത്തരങ്ങൾ നൽകുന്നത്. ചോദ്യം ഒന്ന് ചോദിച്ചാൽ
വേറെ എന്തൊക്കെയാണ് ഉത്തരങ്ങൾ തരുന്നത്. ഈ ബ്രസീലിയൻ മോഡലിനെ പാർലമെന്റിൽ ഫോട്ടോ കാണിച്ച് അപമാനിച്ചത്രേ. അപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയെ ഒരു പരിഹാസപാത്രമായി കാണുന്നതോ? കാരണം ഒരു ബ്രസീലിയൻ ലേഡിക്ക് ഇന്ത്യയിൽ വോട്ടേഴ്സ് ID ഉണ്ടെന്നും 22 വോട്ട് ചെയ്തു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അതാദ്യം ചോദ്യം ചെയ്യും. അതിന് വഴിയൊരുക്കിയിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. അവരെ ചോദ്യം ചെയ്യും ആദ്യം. അതിനുശേഷം മതിയില്ലേ ഈ ഒരു കാര്യം. വന്ദേ മാതരം ഡിബൈറ്റിന് ഘോരഘോരം പ്രസംഗിച്ച പലരും ഈ ഒരു ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡിബൈറ്റിനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കോ, രാഹുൽ ഗാന്ധിന്റെ ചോദ്യങ്ങൾക്കോ ഉത്തരമില്ല, മൗനമായി നിന്നു. എന്തുകൊണ്ട്? ഉത്തരം പറയാനില്ലാത്തത് കൊണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.